Hi, hello, welcome to a very new video of BioOcean. And ഇന്ന് അഗൈൻ നമ്മൾ ഇന്നലെ പഠിച്ച ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ 60 ഡേയ്സ് കേരള സെറ്റ് എക്സാം ചാലഞ്ചിൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് അഗൈൻ ബ്ലഡ് കോമ്പോണൻസ് തന്നെയാണ്. ഇന്നലെയും നമ്മളത് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നതിൻ്റെ ബാക്കി നമ്മൾ ഇന്നലെ RBC ആണ് പഠിച്ചത്, ജനറൽ ഐഡിയ, ദെൻ RBC അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ നമ്മുടെ WBCയും പ്ലേറ്റ്ലെറ്റ്സും കൂടെ പഠിച്ചിട്ട് ഇതങ്ങ് അവസാനിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണ് അപ്പം ഇന്നത്തെ ഒരു ടോപ്പിക് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വൈറ്റ് ബ്ലഡ് സെൽസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ല്യൂക്കോസൈറ്റ്സ് എന്നാണ് നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസിനെ വിളിക്കുക. ഐദർ വി കൻ കോൾ ഇറ്റ് ആസ് WBC. നമ്മളുടെ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ബോഡിയിലുള്ളത് വലിയ വലിയ ബ്ലഡ് സെൽസ് ആണ്. പക്ഷെ ഒരുപാട് എണ്ണം കാണത്തില്ല, സൈസ് ഉണ്ട്, പക്ഷെ എണ്ണത്തിൽ കുറവായിട്ടുള്ള സെൽസാണ് ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് വോളിയത്തിൽ ഏകദേശം 1% മാത്രമേ വൈറ്റ് ബ്ലഡ് സെൽസ് കാണുള്ളൂ. ബാക്കി 99% ഈ പറഞ്ഞ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സും RBCs ഒക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതലുള്ളത് ഒബ്വിയസ്ലി RBC ആണ്. ഞാനിവിടെ ല്യൂക്കോസൈറ്റ്സും എറിത്രോസൈറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, RBCs ആണ്. അപ്പോൾ RBCയും WBCയും തമ്മിലുള്ള ഒരല്പം ഡിഫറൻസസ് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ട്രൂ സെൽസ് ആണ്. ഓരോ ല്യൂക്കോസൈറ്റിനും ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ അങ്ങനത്തെ ഓർഗനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ല്യൂക്കോസൈറ്റ്സിന് നമുക്ക് ട്രൂ സെൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. പക്ഷേ എറിത്രോസൈറ്റ്സ് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അവർക്ക് ന്യൂക്ലിയസ് ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് ട്രൂ സെൽസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ എറിത്രോസൈറ്റ്സിൽ കണ്ടിരുന്ന ആ ഒരു HB എന്ന് പറഞ്ഞ കോമ്പണൻറ്റ്, ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ല്യൂക്കോസൈറ്റ്സിലില്ല. പിന്നെ വേറെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ല്യൂക്കോസൈറ്റ്സിന് ആക്റ്റീവായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എറിത്രോസൈറ്റ്സിന് അങ്ങനെ സ്വന്തമായിട്ട് മൂവിങ് എബിലിറ്റിയോ അങ്ങനെയൊന്നുമില്ല. ല്യൂക്കോസൈറ്റ്സിന് ഈവൻ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വരെ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി നമ്മളുടെ നോർമലായിട്ടുള്ള എറിത്രോസൈറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിന് ഒരിക്കലും കടന്ന് വേറൊരിടത്തേക്ക് പോകത്തില്ല. ദേ ഓൾവേസ് വിൽ ബി ദെയർ ഇൻ ദ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. അവർക്ക് അത് ലീവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ല്യൂക്കോസൈറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ലീവ് ചെയ്ത് മറ്റു പല ടിഷ്യൂസിലോട്ടൊക്കെ പോകലൊക്കെ ഉണ്ട്. സോ മൂവ്മെൻറ്റ് അവർക്ക് നല്ലപോലെ കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ല്യൂക്കോസൈറ്റ്സിന് അധികം ലൈഫ് സ്പാൻ ഇല്ല, ഒരു ചെറിയ ലൈഫ് സ്പാൻ ആണ് അവർക്കുള്ളതെന്നും കൂടെ ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇനി ടൈപ്സ് ഓഫ്, ഇതൊരു ചെറിയൊരു ജനറൽ ഐഡിയ മാത്രം. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് WBC ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 2 മെയിൻ ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ആ 5 WBCനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്, ഗ്രാനുലോസൈറ്റ്സും ഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈറ്റോപ്ലാസത്തിൽ ചെറിയ 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 ഗ്രാന്യൂളുകൾ, തരികളായിട്ടുള്ള രീതിയിൽ നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും, തരികളായിട്ടുള്ള രീതിയിൽ ഗ്രാന്യൂൾസ് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ന്യൂട്രോഫിൽ, ഇസിനോഫിൽ, ബേസോഫിൽ ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാനായിട്ടുണ്ടല്ലോ. ഫില്ലിൽ അവസാനിക്കുന്നതെല്ലാം ഗ്രാനുലോസൈറ്റ്സ് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. സൈറ്റിൽ അവസാനിക്കുന്നതെല്ലാം ഗ്രാനുലോസൈറ്റ് ആണെന്ന്. ഓക്കെ, അപ്പോൾ ഗ്രാനുലോസൈറ്റ് ആരൊക്കെയാണ് വരിക? മോണോസൈറ്റ്സും വരും, അതുപോലെ ലിംഫോസൈറ്റ്സും വരും. പിന്നെ അവർ ഏകദേശം നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് 7500 മൈക്രോ ലിറ്റേഴ്സ് വരെയാണ്. അതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ 5000 to 10000 മൈക്രോ ലിറ്റേഴ്സ് വരെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് തന്നെ ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞാൽ WBCയിൽ ഏറ്റവും കൂടുതലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ WBC എത്രയുണ്ടോ അതിൽ 60 മുതൽ 70% വരെ നമുക്ക് കാണാൻ പറ്റുക എപ്പോഴും ന്യൂട്രോഫിൽസ് ആയിരിക്കും. 20 മുതൽ 30% വരെ എപ്പോഴും ലിംഫോസൈറ്റ്സ് ആയിരിക്കും. 3% ബേസോഫിൽസും 3% ഇസനോഫിൽസും 1% ബേസോഫിലും ആൻഡ് 5% മോണോസൈറ്റും. ഇങ്ങനെയാണ് ഈ ഒരു പെർസെൻറ്റേജ് കണക്ക് ഓർത്ത് വയ്ക്കണം. ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിലാണ്, ഏറ്റവും കുറവുള്ളത് ബേസോഫിലാണ്. ബേസോഫിൽ നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് സ്മിയർ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളിൽ കൂടുതലായിട്ട് കാണുന്ന സിറ്റുവേഷൻസ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വെൻ നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ, ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും അലർജീസ് ആണെങ്കിലും എന്തെങ്കിലും ചെറിയ കുഞ്ഞു ഇൻഫെക്ഷൻസ് ആണെങ്കിൽ പോലും അതൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഈ ബേസോഫിൽസ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. ഓക്കെ, അല്ലാത്ത സമയത്ത് ഈ ബേസോഫിൽസും ഇസിനോഫിൽസും ഒക്കെ നമ്മുടെ ബോഡിയിൽ വളരെ കുറവായിട്ട് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിൽ, ദെൻ ലിംഫോസൈറ്റ്, ദെൻ മോണോസൈറ്റ്, ദെൻ ഇസ്നോഫിൽ, ഏറ്റവും ലാസ്റ്റ് ബേസോഫിൽ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ, അതിൻ്റെ അമൗണ്ടിനനുസരിച്ചിട്ടുള്ളൊരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി നമ്മുടെ ബോഡിയിൽ
5 ടൈപ്പ് ല്യൂക്കോസൈറ്റ്സ് ആണ് ഉള്ളത്. 5 ടൈപ്പ് WBCs ആണുള്ളത്. ന്യൂട്രോഫിൽ, ഇസനോഫിൽ, ബേസോഫിൽ. അവർക്ക് ഗ്രാന്യൂൾസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ബാക്കിയുള്ളത് ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും അവർക്ക് ഗ്രാന്യൂൾസ് ഇല്ല. അപ്പോൾ ഗ്രാന്യൂൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ന്യൂട്രോഫിൽ, ഇസനോഫിൽ, ബേസോഫിനെ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ആൻഡ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം അവരെ നമ്മൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്റ്റെയിനുകളോ ഡൈസൊക്കെ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ചില ഡൈസും സ്റ്റെയിനൊക്കെ ഉപയോഗിച്ച് കളർ പിടിക്കുകയും കൂടി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്രാന്യൂൾസൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും, ഈവൻ വിത്ത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ളതിനെയാണ് നമ്മൾ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഇനി ഗ്രാനുലോസൈറ്റ്സ് ആണ് ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. അവരിൽ സൈറ്റോപ്ലാസത്തിൽ സാധാരണ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഗ്രാനുലോസൈറ്റ്സിലുള്ള പോലെയുള്ള ഗ്രാന്യൂൾസ് ഇല്ല എന്നേ ഉള്ളൂ. അവരിൽ സ്പെഷ്യലായിട്ടുള്ള അസൂറോഫിലിക് ഗ്രാന്യൂൾസ് കാണാനായിട്ട് പറ്റും. മറ്റ് ലൈക്ക് ല്യൂക്കോസൈറ്റ്സിനകത്തും അതുണ്ട്, പക്ഷേ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഈ ഗ്രാനുലോസൈറ്റ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അവർക്ക് നേരത്തെ കണ്ട ഗ്രാനുലോസൈറ്റ്സിൻ്റെ പോലത്തെ ഗ്രാന്യൂൾസ് ഇല്ല, പക്ഷെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു ഗ്രാന്യൂൾ ഉണ്ട്, അസ്യൂറോഫിലിക് ആയിട്ടുള്ള ഗ്രാന്യൂൾസ്. ഈ അസ്യൂറോഫിലിക് ഗ്രാന്യൂൾസിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് എടുത്തിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാം. ഏറ്റവും ആദ്യം നമ്മൾ ഗ്രാനുലോസൈറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതലുള്ള ന്യൂട്രോഫിലിനെ നമ്മൾ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. പേര് ഓർക്കണം കേട്ടോ, പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ്. അത് നമ്മളുടെ കംപ്ലീറ്റ് ല്യൂക്കോസൈറ്റ്സിലെ അതിൽ 60 മുതൽ 70% വരെയാണെന്നുള്ളത് മിസ് പറഞ്ഞു. അതിന് ഡയമീറ്റർ വരുന്നത് ഏകദേശം 12 മുതൽ 15 മൈക്രോമീറ്റേഴ്സ് വരെയാണ്. ആൻഡ് അവരുടെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ പല പല ലോബുകളായിട്ടാണ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ 2 മുതൽ 5 ലോബുകൾ വരെയുണ്ട്. സാധാരണ നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു റൗണ്ട് ഷേപ്പ് അങ്ങനെയാണ് നമ്മൾ വരച്ചു വെക്കല് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ന്യൂക്ലിയസുകൾ ഇങ്ങനെ ഒരു കണക്റ്റഡ് ആയിട്ടായിരിക്കില്ല, പക്ഷെ അതിങ്ങനെ ലോബുകളായിട്ട് പല പല ലോബ്സ് എന്നുള്ള രീതിയിൽ 2 മുതൽ 5 ലോബ്സ് വരെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവരുടെ ഈ സൈറ്റോപ്ലാസം നോക്കിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഗ്രാന്യൂൾസിനെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗ്രാനുലോസൈറ്റ്സ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 ടൈപ്പ് ഗ്രാന്യൂൾസിനെ കാണാൻ പറ്റും. സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ഉണ്ട്, അസ്യൂറോഫിലിക് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ഉണ്ട്. മിസ് പറഞ്ഞില്ലേ, ഗ്രാനുലോസൈറ്റ്സിൽ മാത്രമല്ല അസ്യൂറോഫിലിക് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ഉള്ളത്, ഇവരിലും ഉണ്ട്. ഓക്കെ, സ്പെസിഫിക് ഗ്രാന്യൂൾസ് പറഞ്ഞാലല്ലേ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ആണ്. അവരിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, കൊളാജനേസ്, ലാക്ടോഫെറിൻ, ലൈസോസൈം, പിന്നെ കുറച്ച് നോൺ എൻസൈമാറ്റിക് ആയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോട്ടീൻസ് ഒക്കെയാണ് സ്പെസിഫിക് ഗ്രാന്യൂൾസിൻ്റെ കോമ്പോസിഷനിൽ വരുന്നത്. ഇനി അസ്യൂറോഫിലിക് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ലൈസോസോംസ്, അവർ പൊതുവെ ലൈസോസോംസ് ആണ്, ലൈക്ക് കൈൻഡ് ഓഫ് എ സൂയിസൈഡൽ ക്ലീനിങ് മെക്കാനിസം ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ ആസിഡ് ഫോസ്ഫറ്റേസ് ഉണ്ടായിരിക്കും, ആൽഫ മോണോസിഡേസ് ഉണ്ടായിരിക്കും, മൈലോ പെറോക്സിഡേസ് ഉണ്ടായിരിക്കും, ലൈസോസൈം, കൊളാജനേസ്, ഇലാസ്റ്റേസ്, ന്യൂക്ലിയോട്ടിഡേസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേര് പഠിക്കാനൊന്നും പറ്റില്ല, എന്നാലും പരമാവധി ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്തതയുള്ളവരാണ് അസ്യൂറോഫിലിക് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ന്യൂട്രോഫിൽസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, ചെറിയൊരു ജീവിതം മാത്രമേ അവർക്കുള്ളൂ. ബ്ലഡിൽ ഏകദേശം 6 മുതൽ 7 മണിക്കൂർ വരെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ല ടിഷ്യൂസിലാണ് എന്നുണ്ടെങ്കിൽ 1 മുതൽ 4 ദിവസം വരെയാണ് അവരുടെ ആയുസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രോഫിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവർ എന്തെങ്കിലുമൊക്കെ ജേംസിനെ കാണുകയാണെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്തിട്ട് വിഴുങ്ങി നശിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുക. അപ്പോൾ ബാക്ടീരിയയും അതുപോലെ നമ്മളുടെ സെല്ലുകൾക്കൊന്നും ആവശ്യമില്ലാത്ത, നമ്മുടെ ബോഡിക്കൊന്നും ആവശ്യമില്ലാത്ത എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫാഗോസൈറ്റോസിസ് നടത്തി കില്ല് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ന്യൂട്രോഫിലിനുണ്ട്. ന്യൂട്രോഫില് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നതുകൊണ്ട് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന എല്ലാ സെല്ലുകളെയും നമ്മൾ ഫാഗോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫാഗോസൈറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, ആൻഡ് ഇനി മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാഗോസൈറ്റോസിസ് നടക്കുന്ന സമയത്ത് സൂപ്പർ ഓക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാവുന്നുണ്ട് ഇവരുടെ സാന്നിധ്യത്തിൽ. ഈ 2 സാധനങ്ങൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ അവർ ഓർഗാനിസംസിനെ എൻഗൾഫ് ചെയ്തിട്ട് കില്ല് ചെയ്ത് കളയും. അപ്പോൾ ആ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ഓക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർക്കുക. പിടികിട്ടിയോ? ഇനി മൈലോ പെറോക്സിഡേസ് ഈ പറഞ്ഞ നമ്മുടെ സൂപ്പർ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയൊരു അടിപൊളിയായിട്ടുള്ള കില്ലിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. ഈ മൈലോ പെറോക്സിഡേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ഇവിടെ നമ്മൾ പഠിച്ചില്ലായിരുന്നു സ്പെസിഫിക് ഗ്രാന്യൂൾസും അതുപോലെ അസ്യൂറോഫിലിക് ഗ്രാന്യൂൾസും പഠിച്ചില്ലായിരുന്നു. അതിൻ്റെ കോമ്പോണൻസിൽ പെടുന്ന ഒരെണ്ണമാണ് ആ മൈലോ പെറോക്സിഡേസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മൈലോ പെറോക്സിഡേസും സൂപ്പർ ഓക്സൈഡും കൂടെ ചേർന്നിട്ടാണ് ഒരിക്കലും ഒരു ജേമിനും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കില്ലിംഗ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത്രയേ ഉള്ളൂ നമ്മുടെ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ഇസിനോഫിൽസ്. ഇസിനോഫിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ
ബ്ലഡിൽ ഉള്ള കംപ്ലീറ്റ് വൈറ്റ് ബ്ലഡ് സെൽസിന് 2 മുതൽ 4% വരെയാണ് ഈസിനോഫിൽസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം 10 മണിക്കൂറാണ് ബ്ലഡിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുമ്പം അവരുടെ ലൈഫ് ഉണ്ടാവുക. ഇനി അതല്ല ടിഷ്യൂസിലൊക്കെ ആണെങ്കിൽ 10 ദിവസം വരെ അവർ സർവൈവ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ ന്യൂക്ലിയസിൽ 2 ലോബുകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. 2 ലോബ്സ് എന്നുള്ള രീതിയിൽ കാണാം. പിന്നെ അത് മാത്രമല്ല അവരുടെ സൈറ്റോപ്ലാസത്തിൽ വലിയ വലിയ ഗ്രാന്യൂൾസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രാന്യൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് സ്റ്റെയിനുകൾ ഉപയോഗിച്ച് ഡൈസൊക്കെ ഉപയോഗിച്ച് കളർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഈസിനോഫിലിനകത്തുള്ള ഗ്രാന്യൂളുകളും നമ്മൾക്ക് സ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഇയോസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈസിനോഫിലിനകത്ത് ഗ്രാന്യൂൾസിനെ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡൈ അല്ലെങ്കിൽ സ്റ്റെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇയോസിൻ ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ. പിന്നെ ഈ ഗ്രാന്യൂൾസിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻസൈംസ് ഒക്കെ ഉണ്ട്. ലൈക്ക് പെറോക്സിഡേസ്, RNase, ഫോസ്ഫോലിപ്പേസ്, അങ്ങനെ ഒരുപാട് എൻസൈംസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല ഈ ഗ്രാന്യൂൾസിൻ്റെ ഒപ്പം ഒരുപാട് പ്രോട്ടീനുണ്ട്. ആൻഡ് ആ പ്രോട്ടീനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേജർ ബേസിക് പ്രോട്ടീൻ. നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന എന്തെങ്കിലും പാരസറ്റിക് ആയിട്ടുള്ള ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊന്നുകളയാനുള്ള ശേഷിയുള്ളതാണ് ഈ മേജർ ബേസിക് പ്രോട്ടീനിന്. പിടികിട്ടിയോ? നമ്മുടെ ബോഡിയിൽ എപ്പോഴെങ്കിലും ഈസിനോഫിലുകളൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പാരസൈറ്റ്സ് ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അലർജിക് റിയാക്ഷനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പിടികിട്ടിയോ? അപ്പോൾ ഇതാണ് ഈസിനോഫിലിനെ പറ്റിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ബ്ലഡ് സെല്ലിലോട്ട് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് ബേസോഫിൽ. ബേസോഫിൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1% ആണ്. നമ്മൾ ഏകദേശം ഒരു 1% എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ എൻറ്റയർ ബ്ലഡിനകത്ത് എന്തോരം വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടോ അതിൽ ഏകദേശം 1%ഓളമാണ് നമ്മുടെ ബേസോഫിൽസിൻ്റെ ക്വാണ്ടിറ്റി. അത് ഏകദേശം അതിൻ്റെ ഡയമീറ്ററും സൈസൊക്കെ വരുന്നത് 12 മുതൽ 15 മൈക്രോമീറ്റേഴ്സ് വരെയാണ്. ഇനി അവരുടെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതിനകത്ത് ഇത്ര ലോബ്സ് എന്ന് പറയാൻ പറ്റില്ല. അവർ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്ഡ് ലോബുകൾ ഉള്ളവരാണ് ഈ ബേസോഫിൽസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവരുടെ സൈറ്റോപ്ലാസത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയ ഗ്രാന്യൂൾസ് ഒക്കെ കാണാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള ഡൈസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇവരെ ഡൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നേരത്തെ കണ്ടുപോലെ ഒരു സ്പെസിഫിക് യൂസിൻ മാതിരി ഡൈയുടെ ഒന്നും ആവശ്യമില്ല. ബേസിക് ഡൈസ് ഉപയോഗിച്ച് നമുക്കതിനെ ഡൈ ചെയ്യാൻ പറ്റും. പിടികിട്ടിയോ? പിന്നെ ഈ ഗ്രാന്യൂൾസിൻ്റെ മേജർ കോമ്പോണൻസ് എന്ന് പറയുന്നത് ഹിസ്റ്റമിനും ഹെപ്പാരിനുമാണ് കേട്ടോ. ആൻഡ് ഇവർ രണ്ടുപേരും ഹിസ്റ്റാമിനും ഹെപ്പാരിനും ഒക്കെ നമ്മളുടെ അലർജിയിൽ ഇമ്പോർട്ടൻറ്റ് റോൾസ് പ്ലേ ചെയ്യുന്നവരാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആൻഡ് ഹിസ്റ്റാമിനൊക്കെ അല്ലേ നമ്മൾ അലർജിക്കെതിരെയുള്ള ടാബ്ലറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന കോമ്പണൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാന്യൂൾസിനകത്ത് ഹിസ്റ്റമിനും ഹെപ്പാരിനും ഒക്കെ ഉണ്ട്. ആൻഡ് ഇവർ അലർജിയിൽ വലിയൊരു റോള് പ്ലേ ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയാണ് നമ്മളുടെ ഗ്രാനുലോസൈറ്റ്സ്. നമ്മൾ ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്രാനുലോസൈറ്റ്സിലോട്ട് പോവുകയാണ്. ദാറ്റ് ഈസ് ലിംഫോസൈറ്റ് ആണ് ഏറ്റവും ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. സ്പെറിക്കൽ സെൽസ് ആണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. ചെറിയ ലിംഫോസൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ഏകദേശം 6 മുതൽ 8 മൈക്രോമീറ്റർ വരെ വരിക. വലിയ ലിംഫോസൈറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ ഏകദേശം 18 മൈക്രോമീറ്റർ വരെ വരുന്നുണ്ടായിരിക്കും. ഇനി നമ്മുടെ ലിംഫോസൈറ്റിൻ്റെ ന്യൂക്ലിയസ് നോക്കിയാലും ആ സെല്ലും റൗണ്ടാണ്, അതിൻ്റെ ന്യൂക്ലിയസും വലുതുമാണ്, റൗണ്ടുമാണ്. നമ്മുടെ ലിംഫോസൈറ്റിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നതുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും വലിയൊരു റൗണ്ടായിട്ടുള്ള ഷേപ്പ് ആയതുകൊണ്ട് സൈറ്റോപ്ലാസത്തിൻ്റെ ഭാഗവും ഈ ന്യൂക്ലിയസ് തന്നെ എടുക്കുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? പിന്നെ ഇതിൻ്റെ സൈറ്റോപ്ലാസം ഭയങ്കര സാൻറ്റിയാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു ഇത്തിരി ബേസോഫിലിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസും കൂടിയാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിടികിട്ടിയോ? യെസ്. ഇനി ലിംഫോസൈറ്റ്സിൻ്റെ ലൈഫ് സ്പാൻ വ്യത്യസ്തമാണ്. ചിലർക്ക് ആകെ കൂടെ കുറച്ച് ദിവസം ആയുസ് ഉണ്ടാവുള്ളൂ. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളോളം ആയുസുള്ള ലിംഫോസൈറ്റ്സ് വരെ ഉണ്ട്. ലിംഫോസൈറ്റ്സിന് അവരുടെ ഫംഗ്ഷനനുസരിച്ച് നമ്മൾക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമ്മളിവിടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്, നാച്ചുറൽ കില്ലർ സെൽസ്. ബി ലിംഫോസൈറ്റ് ബോൺ മാരോന്ന് ഡെവലപ്പ് ചെയ്യുന്നതും ടി ലിംഫോസൈറ്റ് തൈമസിന്ന് ഡെവലപ്പ് ചെയ്യുന്നതുമാണ്. ഇനി ബി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. ടി ലിംഫോസൈറ്റ് നമ്മൾക്ക് സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി തരുന്നവരാണ്. ടി ലിംഫോസൈറ്റ് ആൻറ്റിബോഡി ഉണ്ടാക്കാനൊന്നും ചെയ്യില്ല, ജസ്റ്റ് അവിടെ ഹെൽപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഒന്നും ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നതിൽ ടി ലിംഫോസൈറ്റിനില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഇവർ ടി ലിംഫോസൈറ്റ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ഒരെണ്ണുള്ളതാണ് നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്നത്. ഇവർ 3 പേരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസമോ അല്ലെങ്കിൽ ഒരു ഫോറിൻ പാർട്ടിക്കിളോ അല്ലെങ്കിൽ ക്യാൻസർ സെൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഈ 3 പേരും, ലിംഫോസൈറ്റ്സ് 3 പേരും. പിടികിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഒരുപാട് അസുഖങ്ങളെയൊക്കെ അതുവഴിയായിട്ട് നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. പക്ഷേ ഇവരുടെ ഒരു കൺട്രോളിന് അപ്പുറമായി പോകുമ്പോഴത്തേക്കുമാണ് നമ്മൾക്കതൊരു സിവിയർ ആയിട്ടുള്ളൊരു അവസ്ഥയിലോട്ടൊക്കെ എത്തൽ. പിടികിട്ടിയോ?
യെസ്. ഇനി ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് മോണോസൈറ്റ്. ലിംഫോസൈറ്റ് അത്രയേ ഉള്ളൂ. മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സെല്ലാണ് ഈ മോണോസൈറ്റ് എന്ന് പറയുന്നത്. അത് ഓർക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ ഒരു ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഹോർസ് ഷൂവിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ കിഡ്നിയുടെ ഷേപ്പോ ആണെന്ന് വേണം പറയാനായിട്ട്. പിടികിട്ടിയോ? പിന്നെ മോണോസൈറ്റിൻ്റെ സൈറ്റോപ്ലാസം ബേസോഫിലിക് തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് അസ്യൂറോഫിലിക് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അവർ ലൈസോസോംസിൻ്റെ പോലത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളവരാണ്. ഇനി ബ്ലഡിനകത്തുള്ള മോണോസൈറ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ടിഷ്യൂസിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് മാക്രോഫേജസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. മാക്രോഫേജസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ വലിയ വലിയ സെല്ലുകളോ പാത്തജൻസോ പാർട്ടിക്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അതിനെ തിന്ന് നശിപ്പിക്കാനൊക്കെയുള്ള ഒരു എബിലിറ്റി മാക്രോഫേജസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വലിയ സെൽസിനെ തിന്നുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ ലാർജ് സെൽ ഈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട്. പിടികിട്ടിയോ? ലാർജ് സെൽ ഈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കുക. ആൻഡ് ലൈക്ക് ഇവരെന്ത് ചെയ്യും? വലിയ വലിയ പാർട്ടിക്കിൾസിനും പാത്തജൻസിനെയൊക്കെ കഴിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. യെസ്. ഇനി ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ലൈക്ക് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സെൽസാണ്. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്താൽ മതിയായിരിക്കും. ഏറ്റവും വലിയ സെൽസാണ് എന്നുള്ളൊരു പോയിന്റ്. പിടികിട്ടിയോ? യെസ്. അപ്പോൾ അത്രയേ ഉള്ളൂ മോണോസൈറ്റ്സിനെ പറ്റിയിട്ട്. ദെൻ ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ന്യൂക്ലിയസ് ഇല്ല, ഡിസ്ക് ലൈക്ക് ആയിട്ടുള്ളതാണ്. ആൻഡ് അവരുടെ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മുതൽ 4 മൈക്രോമീറ്റേഴ്സ് വരെയാണ്. ഇവർ ട്രൂ സെൽസ് അല്ല. ന്യൂക്ലിയസ് ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഡിവൈഡിങ് മെക്കാനിസം ഇല്ലല്ലോ. അപ്പോൾ ഇവരും ഏകദേശം നമ്മളുടെ നമ്മളുടെ RBC പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരും ട്രൂ സെൽസ് അല്ല. ആൻഡ് നമ്മളുടെ ഈ പറഞ്ഞ പോലെ മെഗാ കാരിയോസൈറ്റ്സിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്ത് നിന്നിട്ടുള്ള ചെറിയ ചെറിയ പീസസ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ്സിൽ നിന്നാണ് ഇവർ ഡെവലപ്പ് ചെയ്യുക. ഈ മെഗാ കാരിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് റെഡ് ബോൺ മാരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. ആൻഡ് മെഗാ കാരിയോസൈറ്റിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്തുള്ള ചെറിയ ചെറിയ കുഞ്ഞു പീസസിൽ നിന്ന് ഈ ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഈ പ്ലേറ്റ്ലെറ്റിനുണ്ടല്ലോ പൊതുവേ ഒരു പെരിഫറൽ ആയിട്ടുള്ള ബ്ലൂ സ്റ്റെയിൻ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് അത് യൂഷ്വലി ആ ഒരു ബ്ലൂ സ്റ്റെയിൻ പിടിക്കുന്നത് അതിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള പോർഷനിലാണ്. അറ്റത്തൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ബ്ലൂ സ്റ്റെയിൻ പിടിക്കുന്നുണ്ടായിരിക്കുക. ഇനി ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഗ്രാന്യൂൾസ് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിനെ ഗ്രാന്യുലോമ്യൂർ എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട്. ഓർത്താൽ മതി കേട്ടോ. പിന്നെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഗ്രാന്യൂൾസിനകത്ത് കാൽസ്യം അയോൺസ്, ADP, ATP, സെറോട്ടോണിൻ, പൈറോഫോസ്ഫേറ്റ്, ഹൈഡ്രോളിറ്റിക് എൻസൈംസ്, P-സെലക്റ്റിൻ, ഫൈബ്രിനോജൻ, പിന്നെ പ്ലേറ്റ്ലെറ്റിൽ നിന്ന് ഡെറൈവ് ചെയ്തിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്, ക്ലോട്ടിംഗ് ഫാക്ടർ ആയിട്ടുള്ള 5, 13 അങ്ങനത്തെ ഒരുപാട് സബ്സ്റ്റൻസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ക്ലോട്ടിംഗ് ഫാക്ടർ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ക്ലോട്ടിംഗ് പഠിക്കുമ്പോഴത്തേക്കും പഠിക്കും കേട്ടോ. പിന്നെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള സാധനങ്ങളാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കൂടെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ കട്ട കുത്തി കിടക്കുന്ന പോലെ, സെൽസ് ഇങ്ങനെ കുമിഞ്ഞു കിടക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് നമ്മുടെ ബോഡിയിൽ എപ്പോഴെങ്കിലും ബ്ലഡൊക്കെ ബ്ലീഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അപ്പോൾ നമ്മളുടെ മുറിവുണ്ടായിട്ടുള്ള ഭാഗങ്ങളിലുള്ള ഗ്യാപ്പുകളൊക്കെ റിപ്പയർ ചെയ്യുന്നതൊക്കെ ഇവരാണ്. അവർ വന്ന് അവിടെ അക്യുമുലേറ്റ് ചെയ്യും. അവിടെ കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ വെച്ചിട്ട് അവരങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ബ്ലീഡിംഗ് ഒക്കെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ബ്ലഡ് ലോസ് ഒക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും. ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് ആളുകളിൽ ഈ റോയൽ ഡിസീസ് പോലെയുള്ള ഹീമോഫീലിയ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ അവർക്ക് പ്ലേറ്റ്ലെറ്റ്സ് ഇല്ല ആൻഡ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള പ്രോട്ടീനും ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ചെറിയ മുറിവുകളിൽ നിന്ന് ഒരുപാട് രക്തം പോകും. അവരുടെ രക്തം കട്ട പിടിക്കത്തില്ല. അങ്ങനെയൊക്കെ രക്തം കട്ട പിടിക്കാനുള്ള മേജർ മെഷീനറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും എന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണെന്ന് നിങ്ങളെല്ലാവരും ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് ഈ നോർമൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 200,000 മുതൽ 400,000 വരെയാണ് പെർ മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ്. ഓക്കെ, ഓരോ മൈക്രോ ലിറ്റർ ബ്ലഡിനകത്തും ഏകദേശം 200,000 മുതൽ 400,000 വരെ പ്ലേറ്റ്ലെറ്റ്സ് കാണാനായിട്ട് പറ്റും. ഇനി ത്രോംബോപോയിറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അത് കിഡ്നീസ് റിലീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പ്ലേറ്റ്ലെറ്റ് ഉണ്ടാക്കുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ത്രോംബോപോയിറ്റിന് സാധിക്കും. ആൻഡ് പ്ലേറ്റ്ലെറ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 10 ദിവസമാണ് എന്നുള്ളത് ഓർക്കുക. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ആൻഡ് നമ്മൾ നമ്മുടെ ബ്ലഡ് കോമ്പോണൻസിൻ്റെ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. ബ്ലഡ് കോമ്പോണൻസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ പഠിച്ചു. എന്താ ബ്ലഡിൻ്റെ കോമ്പോണൻസ്, അതിനകത്ത് RBC, WBCയുടെ ടൈപ്സ്, പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിച്ചു. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് ഇസ് ഹെൽപ്ഫുൾ. ബ്ലഡ് ക്ലോട്ടിങ്ങും ബ്ലഡ് ഗ്രൂപ്പിങ്ങും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അത് നമ്മൾ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് യൂഷ്വലി പറയുന്ന പോലെ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.
ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, അതർവൈസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐ ഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.